Hi all, welcome to part 4 of UPSC Prelims PYQ series. ഇത് നമ്മൾ 2025 മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3. ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് മുന്നേ വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റിന്റെ ഒരു 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ലാസ്റ്റ് 2 ഇയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാൽ കുറച്ചുകൂടി മിസ്റ്റേക്സ് വരാൻ പ്രോബബിലിറ്റി കൂടുതലുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1, ആസ് റിഗാർഡ്സ് റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ കമ്പനി ജനറലി ബോണ്ട് ഹോൾഡേഴ്സ് ആർ കൺസിഡർഡ് ടു ബി റിലേറ്റീവ്ലി അറ്റ് ലോവർ റിസ്ക് ദാൻ സ്റ്റോക്ക് ഹോൾഡേഴ്സ്. സ്റ്റേറ്റ്മെന്റ് 2, ബോണ്ട് ഹോൾഡേഴ്സ് ആർ ലെൻഡേഴ്സ് ടു എ കമ്പനി whereas stockholders are its owners. For repayment purpose, bondholders are privatized over stockholders by a company. Statement 1. As regards returns from an investment in a company, generally bondholders are considered to be relatively at a lower risk than stockholders. കാരണം എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? കാരണം ബോണ്ട് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ഒരു പ്രൈവറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ക്യാഷ് ലെൻഡ് ചെയ്യുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ അവർ അതിനൊരു അഷുറൻസ് ആയിട്ട് ഒരു ബോണ്ട് റിട്ടേൺ കൊടുക്കുന്നു. ആ ബോണ്ട് റിട്ടേൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ട് റിട്ടേൺ ചെയ്യാനുള്ള ഒരു അഷുറൻസ് എന്ന പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് റിട്ടേൺ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു റിട്ടേൺ അവർക്ക് അഷുർഡ് ആണ്. എന്നാൽ ബോണ്ട് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഷെയർ ഹോൾഡറാണ് ഒരു കമ്പനിയുടെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവർ ഓണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പോൾ ഡിവിഡൻസ് ആയിരിക്കും അവർക്ക് കിട്ടുക. ഡിവിഡൻസ് ഇൻ ബേസിസ് ഓഫ് പ്രോഫിറ്റ്. കമ്പനി പ്രോഫിറ്റിലാണെങ്കിൽ അവർക്ക് റിട്ടേൺസ് ഉണ്ടാവും. കമ്പനി ലോസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിട്ടേൺസ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടുന്നത് കൊണ്ട് ഇവിടെ റിസ്ക് കുറവ് ബോണ്ട് ഹോൾഡേഴ്സിനാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ബോണ്ട് ഹോൾഡേഴ്സ് ആർ ലെൻഡേഴ്സ് ടു എ കമ്പനി വേറെ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആർ ഇറ്റ്സ് ഓണേഴ്സ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് അതിൻ്റെ ഓണേഴ്സ് ആയിട്ട് മാറുന്നത്. അതിൻ്റെ സ്റ്റേക്ക് അല്ലെങ്കിൽ ഷെയർസ് അവർ ഹാൻഡിൽ ചെയ്യുന്നു. അതിൽ ഒരു അതോറിറ്റി, അവർക്ക് ഓണർഷിപ്പ് അതോറിറ്റി അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3ലേക്ക് വരുമ്പോഴത്തേക്കും ഫോർ റീപേയ്മെന്റ് പർപ്പസ് ബോണ്ട് ഹോൾഡേഴ്സ് ആർ പ്രൈവറ്റൈസ്ഡ് ഓവർ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ബൈ എ കമ്പനി. ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആയി അല്ലെങ്കിൽ അത് ഒരു ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് വഴിയോ അല്ലെങ്കിൽ അത് റെസൊല്യൂഷനിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് റീപേയ്മെൻറ്റ് അത് കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം സ്റ്റോക്ക് ഹോൾഡേഴ്സിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ബോണ്ട് ഹോൾഡേഴ്സിനായിരിക്കും. ഡെറ്റ് ബോണ്ട് ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് റീസെറ്റിൽ ചെയ്തതിന് ശേഷമായിരിക്കും ലിക്വിഡേറ്റ് ചെയ്തതിന് സ്റ്റോക്ക് ഹോൾഡേഴ്സിന് ഫണ്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. Statement 2 and Statement 3 are correct and both of them explain Statement 1. So the answer is A.